ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും വളരെ വിനീതമായ നമസ്കാരം. ആചാര സംരക്ഷണം ഈയൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് നാളുകൾ വളരെയായി. കാരണം നമ്മുടെ എല്ലാം വിശ്വാസം നിലനിൽക്കുന്നത് ആചാരങ്ങളിലൂടെയാണ്. സംസ്കാരം, വിശ്വാസം, സങ്കല്പം ഇതെല്ലാം നിലനിൽക്കുന്നത് ആചാര അനുഷ്ഠാനങ്ങളിലൂടെയാണ്. ഇന്ന് ഈ ആചാരങ്ങൾ ഇല്ലാതാക്കിയാൽ വിശ്വാസത്തെ തകർക്കാം, സംസ്കാരത്തെ നശിപ്പിക്കാം, നമ്മുടെ പൈതൃകങ്ങളെ ഇല്ലാതാക്കാം. ഇത് ഒരു അന്തർദേശീയ ഗൂഢാലോചനയാണ്. ഇത് ബ്രിട്ടീഷുകാരും മുഗളന്മാരും ഒക്കെ നമ്മുടെ നാട്ടിൽ കാലാകാലങ്ങളായി നടപ്പിലാക്കിയ ഒരു വലിയ ആക്രമണ പദ്ധതിയുടെ ഭാഗമായിരുന്നു. ഹിന്ദുക്കളുടെ ആത്മവീര്യം നശിപ്പിച്ചാൽ ഹിന്ദുക്കളെ ശിഥിലമാക്കാൻ വളരെ പെട്ടെന്ന് സാധിക്കും. ഒന്ന്, ജാതി പറഞ്ഞ് അവരിൽ വിദ്വേഷം ഉണ്ടാക്കുക, അവരുടെ സ്വന്തമെന്നും അവരുടെ ഏറ്റവും ആഴത്തിൽ മനസ്സിൽ വേരൂന്നിയ വിശ്വാസങ്ങളെ ഒക്കെ തകർത്ത് അവരെ ഒന്നാകെ തന്നെ ശിഥിലമാക്കിയാൽ, അന്തഛിദ്രമുണ്ടാക്കിയാൽ വളരെ പെട്ടെന്ന് ആ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വളരെ നേരത്തെ തന്നെ നമ്മുടെ വൈദേശിക ശക്തികൾ കണ്ടെത്തിയ അവരുടെ കണക്കുകൂട്ടലും അവരുടെ ഒരു ആസൂത്രിത പദ്ധതിയുമാണ്. ഇന്നത് ഭരിക്കുന്നവർ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹൈന്ദവ സമൂഹം ഒരിക്കലും ഒരുമിക്കാൻ പാടില്ല. അവരുടെ ആചാരത്തിൽ അവർ വിശ്വസിച്ചാൽ അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വൈകാര്യമായ ഐക്യം ശക്തിപ്പെടും. ഇത് പലർക്കും, പ്രത്യേകിച്ച് ഹിന്ദു വിരുദ്ധ ശക്തികൾക്ക് വളരെ നന്നായിട്ടറിയാം. അതുകൊണ്ട് ഓരോരോ സംഭവങ്ങൾ ഉണ്ടാക്കുകയാണ്. അമ്പലപ്പറമ്പിൽ ഉത്സവ സമയത്ത് ബഹളമുണ്ടാക്കി ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭ്രാന്തരാക്കിയാൽ പോക്കറ്റടിക്കാർക്ക് വളരെ സൗകര്യമാണ്. അതിൻ്റെ പിന്നിൽ പോക്കറ്റടിക്കാരുണ്ട് എന്ന സത്യം മനസ്സിലാക്കാൻ വലിയ വിഷമമാണ്. കാരണം പോക്കറ്റടിക്കാരൻ ആണിത് ചെയ്യുന്നതെന്നും ആർക്കും മനസ്സിലാവില്ല. അതിനെന്തെങ്കിലും പുറമേ വേറെ എന്തെങ്കിലുമൊക്കെ കാണിക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളെ കണ്ടെത്താൻ വലിയ വിഷമമാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ശക്തികളുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ മാത്രമല്ല, അന്തർദേശീയ തലത്തിൽ തന്നെ ഹൈന്ദവ സമൂഹത്തെ ഛിന്നഭിന്നമാക്കാനും ശിഥിലമാക്കാനും അവരിൽ അന്തഛിദ്രമുണ്ടാക്കാനും വളരെ ആസൂത്രിതമായ സുസംഘടിതമായ ശ്രമങ്ങൾ, നീക്കങ്ങൾ ഒക്കെ നടന്നു വരികയാണ്. അപ്പോൾ കേരളത്തിലെ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം ഇല്ലാതാക്കിക്കൊണ്ടാണ് വാസ്തവത്തിൽ ഒരു അധിനിവേശം നടന്നുകൊണ്ടിരിക്കുന്നു. ഹൈന്ദവ സമൂഹത്തിന് നേരെ ഇതൊക്കെ ഒരു അധിനിവേശത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് തന്നെ അറിയാം, പല ജാതി വിഭാഗങ്ങൾ, സാമുദായികമായ പല ആചാരങ്ങളും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത തലമുറയിലേക്ക് അത് പകരുന്നില്ല. അവരിലേക്ക് ഇത് പകരാത്തതിൻ്റെ കാരണം യുവസമൂഹത്തിൻ്റെ ഇടയിൽ, ഈ യുവതലമുറയുടെ ഇടയിൽ മറ്റ് ചില വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും കടത്തിവിട്ട് അവരെ ഇങ്ങനെയുള്ള ആചാരത്തിൻ്റെ എതിർചേരിയിലേക്ക് അവരെ വലിച്ചിഴച്ച് കൊണ്ടുപോവുകയാണ്. ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് തന്നെ നടക്കുന്ന പല പരിപാടികളും ക്ഷേത്രവിരുദ്ധമാണ്. ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പല പരിപാടികളെക്കുറിച്ചും ശരിക്ക് വളരെ വസ്തുനിഷ്ഠമായ ഒരു പഠനം നടത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കും പലതും ക്ഷേത്ര ആചാര വിരുദ്ധങ്ങളാണ്. അതെങ്ങനെ സംഭവിക്കുന്നു? അത് നമുക്കതിൻ്റെ പിന്നിലെ ബ്രെയിൻ, തലച്ചോർ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതിൻ്റെ പിന്നിലൊക്കെ ഒരു തലച്ചോറുണ്ട്. അപ്പോൾ കലാകാരന്മാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ശക്തികളുണ്ട്. ആ കലാകാരന്മാരുടെ ഇടയിലേക്ക് കൊടുക്കുന്ന തീം, അവർ ക്ഷേത്ര മുറ്റത്ത് അവതരിപ്പിക്കേണ്ട പരിപാടികളിൽ അതിൽ വളരെ സൂക്ഷ്മമായി ഈ ക്ഷേത്രവിരുദ്ധവും ഹിന്ദുവിരുദ്ധവും ആചാരവിരുദ്ധവും ഒക്കെ ആയിട്ടുള്ള ആശയങ്ങൾ, അതൊക്കെ വളരെ ആസൂത്രിതമായി കടത്തിവിടാൻ അതിൻ്റെ പിന്നിൽ
വളരെ സംഘടിതമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അത് പക്ഷേ നമുക്കത് വളരെ പെട്ടെന്ന് ബോധ്യമാകില്ല. അത് പ്രകടമായി നമുക്കത് മനസ്സിലായി എന്ന് വരില്ല. പക്ഷേ സബ്റ്റിലായി, അതായത് വളരെ അങ്ങേയറ്റം ഗോപ്യമായി അത് ഓരോരുത്തരുടെ ഹൃദയത്തിലേക്ക്, ഭക്തജനങ്ങളുടെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രച്ഛന്ന യുദ്ധമാണ്. പ്രോക്സി വാർ എന്ന് പറയും. ഹിന്ദുക്കളുടെ നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോക്സി വാറാണ്, അല്ലെങ്കിൽ പ്രച്ഛന്ന യുദ്ധമാണ്. അതായത് ഹിന്ദുക്കളുടേതെന്ന് ആർക്കും തോന്നത്തക്ക വിധത്തിലുള്ള സങ്കേതങ്ങളെ കണ്ടെത്തി ആ സങ്കേതങ്ങൾക്കുള്ളിൽ ആരുമറിയാതെ ഹിന്ദുവിരുദ്ധമായ ആശയങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന എന്തെങ്കിലും കലയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രകടിത ഭാവങ്ങളോ മുന്നോട്ടേക്ക് വെച്ച് ഹിന്ദു മനസ്സിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക, ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക, മെല്ലെ മെല്ലെ ആശയക്കുഴപ്പം ഉണ്ടാക്കുക, യുവാക്കളെ അതിൽ നിന്നും വഴിതെറ്റിക്കുക, യുവാക്കളെ അതിൽ നിന്നും മാറ്റുക, അങ്ങനെ അടുത്ത തലമുറയെ മാറ്റിയെടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള പല ഉദ്ദേശങ്ങളുണ്ട്. ഇത് പണ്ടൊക്കെ നടത്തിയിരുന്നത് വളരെ ബ്ലണ്ടായിട്ടായിരുന്നു. ഇപ്പോൾ ശബരിമല ക്ഷേത്രം തീ വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്ലണ്ടായിട്ട്, വളരെ പ്രത്യക്ഷമായ തീ കത്തിക്കലായിരുന്നു. അതാർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ക്ഷേത്ര വിശ്വാസത്തെ തകർക്കാൻ വേണ്ടിയായിരുന്നു, പരസ്യമായി, യാതൊരുവിധ ഒളിച്ചു വെപ്പുമില്ലാതെ. അതിനെക്കുറിച്ച് സർക്കാർ നടത്തിയ അന്വേഷണമുണ്ട്. മറ്റേ DIG കേശവമേനൻ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ഇതൊക്കെയുണ്ട്. കുടുംബാംഗങ്ങളുടെ പേര്, കുടുംബത്തിൻ്റെ പേരും കുടുംബാംഗങ്ങളുടെ പേരും ഒക്കെ റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ വളരെ വ്യക്തമാണ്. അത് വളരെ പരസ്യമായി ആർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ നടത്തിയ ആക്രമണമാണ്. ഇപ്പോഴുള്ള ആക്രമണം അങ്ങനെയല്ല, അതുപോലുള്ള ആക്രമണങ്ങളല്ല. ഒരുപക്ഷെ നിലയ്ക്കൽ സംഭവം വരെ ഇങ്ങനെയൊക്കെയുള്ള പരസ്യമായ ബ്ലണ്ടായിട്ടുള്ള, അതായത് പ്രകടനാത്മകമായ അക്രമ പ്രവർത്തനങ്ങൾ, അധിനിവേശങ്ങൾ നടത്തിക്കൊണ്ടായിരുന്നു ഹിന്ദുക്കളുടെ നേരെ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴതല്ല. ഇപ്പോൾ വളരെ ഗോപ്യമായിട്ടാണ് ആചാരങ്ങളെ കയറിപ്പിടിക്കുക. ചില ആചാരങ്ങളിൽ വെള്ളം കലർത്തുക, അങ്ങനെ വെള്ളം കലർത്തി അത് ശരിയല്ല എന്ന് ഹിന്ദു മനസ്സിലേക്ക് കടത്തിവിടുക. അങ്ങനെ അതിനോടൊരു വിരുദ്ധഭാവം, ഒരു അകലമുണ്ടാക്കുക, പുതിയ ആചാരങ്ങൾ കൊണ്ടുവരിക. അങ്ങനെയൊക്കെ അതാണോ ശരി, ഇതാണോ ശരി എന്ന ഒരു ദ്വന്ദ്വമുണ്ടാക്കുക. മനസ്സിലൊരു ദ്വന്ദ്വമുണ്ടായി കഴിയുമ്പോൾ ആകെ ആശയക്കുഴപ്പമാകും. ഇതൊരു ദീർഘകാല പദ്ധതിയാണ്. ദീർഘകാലത്തോളം ഇത് പ്രവർത്തിച്ച് ആത്യന്തികമായി ഹിന്ദു സമൂഹത്തെ അന്തഛിദ്രമുണ്ടാക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നവരാണ്. ഏതായിരുന്നാലും നമ്മളിതിനെ വളരെ പെട്ടെന്ന് നേരിടാൻ പറ്റുന്നൊരു കാര്യമല്ല. വളരെ ആലോചിച്ച് അങ്ങേയറ്റം ഈ ഓരോ ആചാരങ്ങളുടെയും ശാസ്ത്രമെന്ത് എന്ന് ബോധ്യപ്പെടുത്തേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഓരോ ഹിന്ദുക്കളെയും ഓരോ ആചാരങ്ങളും ശാസ്ത്രാധിഷ്ഠിതമാണ്, ശാസ്ത്രനിബദ്ധമാണ് എന്ന് ബോധ്യപ്പെടുത്തണം. അല്ലാതെ ഇത് ഒരു യാന്ത്രികമായി തലമുറകളോളം ഇങ്ങനെ കൈമാറി പോകുന്നതാണ്, അർത്ഥമില്ലാത്തതാണ് എന്ന് ചിന്തിക്കാൻ ഇടവരാതിരിക്കാൻ അതിൻ്റെ അർത്ഥതലങ്ങളെ ഉയർത്തിപ്പിടിച്ച്, അതിൻ്റെ പിന്നിലെ ശാസ്ത്രത്തെ ഉയർത്തിപ്പിടിച്ച് അത് യുക്തിഭദ്രമാണ് എന്ന് ഓരോ ഹിന്ദുക്കളെ ഉറപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് കൊണ്ട് ദേവസ്വം ബോർഡിന് അവർക്ക് വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. അത് മാറ്റുന്നു, ഇത് മാറ്റുന്നു, പലതും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ ദേവസ്വം ബോർഡിൻ്റെ ഉന്നത സ്ഥാനീയരായിട്ടുള്ള ആർക്കും ഈ ആചാരങ്ങളെപ്പറ്റി വലിയ പിടിയൊന്നുമില്ല, അതിൻ്റെ ശാസ്ത്രവശമൊന്നും അവർക്കറിയില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രം ഒരു വാണിജ്യ കേന്ദ്രമാണ്. പണം എത്രത്തോളം വരുന്നു എന്നാണ്. ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തുന്നത് കാണിക്കവഞ്ചിയിൽ എത്ര രൂപ വന്നു എന്നുള്ള കണക്ക് മാത്രം പറയാനാണ്, അല്ലെങ്കിൽ വഴിപാടിനത്തിൽ എത്ര രൂപ വന്നു എന്നുള്ളതിനെപ്പറ്റി പറയാനാണ്. പക്ഷേ ഈ വഴിപാട് സാധനങ്ങൾ ശുദ്ധമായ രീതിയിൽ ആണോ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി അവിടെ ചിന്തിക്കുന്നില്ല. 6 കോടി രൂപയുടെ അരവണ വിഷാംശം കലർന്നതാണ് എന്ന് കണ്ടെത്തി അത് മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടെ. കാരണം നശിപ്പിക്കണമെങ്കിൽ 1.5 കോടി രൂപ വേറെ വേണം. അപ്പോൾ ഈ 6.5 കോടി രൂപയുടെ വഴിപാട് സാധനം, വിഷാംശം കലർന്ന വഴിപാട് സാധനം അവിടെ എങ്ങനെ ഉണ്ടാക്കി? അത് വിഷാംശം കലർന്നതാണെങ്കിൽ എത്രത്തോളം ഭക്തജനങ്ങൾ അത് കഴിച്ചു, എത്രത്തോളം ആളുകൾ അത് കഴിച്ചിട്ടുണ്ട്? വളരെ ആപൽക്കരമായൊരു സ്ഥിതിവിശേഷമല്ലേ. അപ്പോൾ ഭക്തജനങ്ങൾ അത് കഴിച്ചത് അവർക്ക് വിശപ്പടക്കാൻ വേണ്ടിയാണോ കഴിച്ചത്? അല്ല. വീട്ടിൽ വേറെ ആഹാരം കഴിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ടാണോ ഈ അരവണ ആളുകൾ വാങ്ങി ബാഗിലിട്ട് സഞ്ചിയിലിട്ട് കൊണ്ടുപോകുന്നു? ഓരോ ഭക്തജനങ്ങളും 100 എണ്ണവും 200 എണ്ണമൊക്കെയാണ് വാങ്ങിക്കുന്നത്.
വാങ്ങിച്ചു കൊണ്ടുപോവുകയാണ്. ഭക്തിയോടുകൂടി എല്ലാവരും വീട്ടിൽ കൊണ്ടുപോയി കഴിക്കുകയാണ്. അതിൻ്റെ അകത്ത് വിഷാംശമാണ് എന്ന് വരുമ്പോൾ ഭക്തജനങ്ങളിൽ സംഭവിക്കുന്ന മാനസികമായ ഒരു വലിയ ആഘാതം, അതാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ ലക്ഷ്യം. അതുണ്ടാകണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. പക്ഷെ ദേവസ്വം ബോർഡിൻ്റെ കഴിവില്ലായ്മയും അവരുടെ പിടിപ്പുകേടും ഒന്നുകൊണ്ട് മാത്രം സംഭവിച്ചതാണ്. വാസ്തവത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ഭരണാധികാരികളുടെ പക്കൽ നിന്നും 6.5 കോടി രൂപ ഈടാക്കേണ്ടതാണ്. അവരാണ് അതിൻ്റെ ഉത്തരവാദികൾ. എന്തുകൊണ്ടത് ഈടാക്കുന്നില്ല? സർക്കാരും ഇതിനെ വളരെ ലാഘവബുദ്ധിയോടുകൂടിയാണ് കാണുന്നത്. അയ്യോ, അതങ്ങനെ സംഭവിച്ചെങ്കിൽ അതങ്ങ് ഉപയോഗിക്കാതിരുന്നാൽ പോരെ എന്നാണ് പറയുന്നത്. ദേവസ്വം ബോർഡുകളിലൊക്കെ ഉപയോഗിക്കുന്ന എണ്ണ നല്ല എണ്ണയാണോ? ഓരോ സാധന സാമഗ്രികളും വാങ്ങുന്നു, അതൊക്കെ വിഷാംശങ്ങൾ എന്നതാണോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ആര് പഠിക്കുന്നു, ആര് അറിയുന്നു? ഇത് വാസ്തവത്തിൽ എണ്ണ സപ്ലൈ ചെയ്യുന്നവർ, അരി സപ്ലൈ ചെയ്യുന്നവർ, ഈ ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധന സാമഗ്രികൾ, ഇതിനെക്കുറിച്ചെല്ലാം ഇതെങ്ങനെ വരുന്നു, ഏത് കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം സൂക്ഷ്മമായ പരിശോധനയും പഠനവും നടത്തേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഒരു സമഗ്രമായ ഒരു കാഴ്ചപ്പാട് ഈ വിഷയത്തെക്കുറിച്ച് ഉണ്ടാകേണ്ടത് ആവശ്യമായി തീർന്നിരിക്കുകയാണ്. ഏതായിരുന്നാലും ഒരു ക്ഷേത്രത്തിലെയും ആചാരവിശ്വാസങ്ങളെ ഇല്ലാതാക്കാൻ, മാറ്റിമറിക്കാൻ ദേവസ്വം ബോർഡിന് അധികാരമില്ല. കാരണം ഒരു കവനൻ്റ് അനുസരിച്ചാണ് ക്ഷേത്രത്തിൻ്റെ ഭരണം കൈമാറിയിരിക്കുന്നത്. ഇവിടെ രാജഭരണകാലത്ത് രാജാവ് ഭരിച്ചിരുന്ന ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളുടെ ഭരണ സംവിധാനം നിർവഹിക്കാൻ ഒരു സ്വതന്ത്ര പരമാധികാര ബോർഡിന് കൈമാറുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ആ ബോർഡിന് അവിടുത്തെ ആചാരങ്ങൾ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ അധികാരമില്ല. രാജഭരണകാലത്ത് 2 കാര്യങ്ങൾ മാത്രമാണ് ജനാധിപത്യ സർക്കാർ, ജനാധിപത്യം നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ കൈമാറിയത്. 1 രാഷ്ട്രീയ അധികാരമാണ്, 2 ക്ഷേത്രങ്ങളുടെ അധികാരമാണ്. ഈ രാഷ്ട്രീയ അധികാരവും ക്ഷേത്രഭരണാധികാരവും പണ്ട് രാജഭരണത്തിലായിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ, ഇവിടെ രാജഭരണം ഇല്ലാതായി ജനാധിപത്യ ഭരണ സംവിധാനം വന്നപ്പോൾ ഒരു ഉടമ്പടി പ്രകാരമാണ്, ഒരു കവനൻ്റ് അനുസരിച്ചാണ് ക്ഷേത്രത്തിൻ്റെ ഭരണം ഇവിടുത്തെ സ്വതന്ത്ര പരമാധികാര ബോർഡിന് കൈമാറി. പക്ഷേ എന്നിട്ടും അങ്ങനെ സ്വതന്ത്രമായി കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അധികാരമുള്ളപ്പോൾ അതിൻ്റെ ഭരണനിർവഹണ കാര്യങ്ങളിൽ ഒരു മതേതര സർക്കാർ ഇടപെടുകയാണ്. ഈ ക്ഷേത്രങ്ങളിലെ ആചാരം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് സർക്കാരാണ്. ഏത് കാര്യത്തിനും സർക്കാരിൻ്റെ തീരുമാനം വേണ്ട. കൊടി ഉയർത്താൻ ശബരിമല ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടി കയറാൻ വേണ്ടി അവിടെ തന്ത്രി എത്തിയാൽ പോരാ, ദേവസ്വം മന്ത്രിയും വരണം. ദേവസ്വം മന്ത്രി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ദേവസ്വം മന്ത്രി വരാൻ ഒരു 10 മിനിറ്റ് ലേറ്റായതിൻ്റെ പേരിൽ കൊടിയേറ്റ് അവർ താമസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ദേവസ്വം മന്ത്രിക്ക് എന്ത് സ്ഥാനം? ഈ അടുത്ത കാലത്താണ് ദേവസ്വം മന്ത്രി എന്ന് കേൾക്കുന്നത്. ശബരിമലയ്ക്ക് പോവുക പോലും ചെയ്തിരുന്നില്ല. KGR കർത്ത ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം ശബരിമല ക്ഷേത്രത്തിൽ വല്ലപ്പോഴും ഒരിക്കലാണ് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്. അതിനു മുമ്പുള്ള ദേവസ്വം മന്ത്രിമാരും അങ്ങനെ തന്നെയായിരുന്നു. അന്നൊക്കെ ദേവസ്വം കാര്യങ്ങൾ, ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നത് ദേവസ്വം ബോർഡാണ്. ഇപ്പോൾ ദേവസ്വം മന്ത്രി വരണം. 1-ാം തീയതി ദേവസ്വം മന്ത്രി ഉണ്ടോ എന്നുള്ളതാണ്. ദേവസ്വം മന്ത്രിയാണ് അവലോകന യോഗം വിളിച്ചു കൂട്ടുന്നത്. ആ ക്ഷേത്രത്തിൽ എന്ത് കാര്യം ചെയ്യണമെന്നുള്ളതിനെപ്പറ്റി ആലോചിക്കുന്നത് ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയിലാണ്, മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ്. മുഖ്യമന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കും എന്ത് കാര്യം? ആ ക്ഷേത്രത്തിലെ ഓരോ കാര്യങ്ങൾ, ആചാരം സംബന്ധിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും നിർവഹിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള അധികാരം ആ ക്ഷേത്രത്തിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കാണ്. ശബരിമലയാണെങ്കിൽ അവിടെ പന്തള രാജകുടുംബത്തിനാണ് ബന്ധം. അതുപോലെ തന്നെ തന്ത്രി മുഖ്യന് ബന്ധമുണ്ട്, ഭക്തജനങ്ങൾക്ക് ബന്ധമുണ്ട്. അവിടുത്തെ ആ ആചാരവും വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി കുടുംബങ്ങളും ഒക്കെ ആയിട്ട് അത് കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ഒരു വിശ്വാസ സങ്കല്പമാണ് ശബരിമല ക്ഷേത്രത്തിൽ. അതെല്ലാം ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ വളരെ വർഷക്കാലം ബന്ധമുണ്ടായിരുന്നവരെല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു, എല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അമ്പലപ്പുഴ പേട്ട സംഘവും അമ്പലപ്പുഴ പേട്ട സംഘവും ആലങ്ങാട് പേട്ട സംഘവുമൊക്കെ ഒരു കാലത്ത് ശബരിമല ക്ഷേത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട വിശ്വാസ സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരായിരുന്നു. അവിടുത്തെ ഗുരുസ്വാമിമാരോട് ഏതെങ്കിലും ഒരു അവസരത്തിൽ ശബരിമലയെപ്പറ്റി ആരെങ്കിലും ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ വിശ്വാസവും സങ്കല്പവും എന്നൊക്കെ പറയുന്നതുമായി ക്ഷേത്രത്തിന് എൻ്റെ ഭരണാധികാരികൾക്ക് ബന്ധമില്ല. ഭരണം വേറെയാണ്. ഭരണം ഇപ്പോൾ പറയുന്നത് സെക്യുലറാണെന്നാണ്. ക്ഷേത്രത്തിൻ്റെ ഭരണം സെക്യുലറാണ്. ശബരിമല ക്ഷേത്രം ഹിന്ദു ക്ഷേത്രമാണെന്ന് ധൈര്യമായി ഇവിടുത്തെ ദേവസ്വം മന്ത്രിക്ക് പറയാനുള്ള ധൈര്യമുണ്ടോ?
ഇല്ല, പറയില്ല. അവർ വേറൊരു ലോകത്താണ്. ഞാൻ പറയുന്നത് വേറൊരു സ്വപ്ന ലോകത്താണ്. യാഥാർത്ഥ്യവുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ കാര്യം അത് തന്നെയാണ്. ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിക്ക് പറയാൻ പറ്റൂ. കാരണം എങ്ങനെയാണ് ജേക്കബ് തമ്പിയെപ്പോലുള്ള ഒരാൾ ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയിൽ തിരഞ്ഞെടുക്കാൻ ക്ഷേത്രം ഭരിക്കുന്നവർക്ക് എങ്ങനെ സാധിക്കുന്നു? ഇവിടുത്തെ ദേവസ്വം MLA-മാരും ഇവിടുത്തെ സർക്കാരിൻ്റെ നിയമസഭയിലെ അംഗങ്ങളായിട്ടുള്ള MLA-മാർക്കും ഹിന്ദു മന്ത്രിമാർക്കും ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികളെ നിശ്ചയിക്കാൻ എന്ത് അധികാരം? അവർക്ക് ഉള്ള മാൻഡേറ്റ് ജനങ്ങൾ അവരെ തിരഞ്ഞെടുത്ത് ഈ നിയമസഭയിലേക്ക് പറഞ്ഞയച്ച് ക്ഷേത്രം ഭരിക്കാനല്ല. ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടങ്ങുന്ന വോട്ടർമാരവരെ ജയിപ്പിച്ച് അവർക്ക് ക്ഷേത്ര ഭരണാധികാരത്തെക്കുറിച്ചോ ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ചോ നിശ്ചയിക്കുന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള പങ്കും വഹിക്കാൻ പറ്റില്ല. കാരണം അതിനുള്ള മാൻഡേറ്റ് അവർക്കില്ല. അവരുടെ മാൻഡേറ്റ് സെക്കുലറാണ്. അവർ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ആവശ്യമായിട്ടുള്ള ഭൗതിക ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനാണ്. ഭൗതിക ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു സർക്കാരിൻ്റെ കടമ. മതപരമായ കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതല്ല. ഒരു സെക്കുലർ ഗവൺമെൻറ് ആണെങ്കിൽ പക്ഷേ ഹിന്ദുക്കളുടെ കാര്യത്തിൽ മാത്രം അവരുടെ ആചാരത്തിൽ അവരുടെ വിശ്വാസത്തിൽ എന്തിനു ഇടപെടണം? ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആചാരപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ ഇവിടെ ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആചാരത്തിൻ്റെ ഭാഗമാണ്. ഈ ആചാരങ്ങൾ തുടരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കവനൻറ്റിൽ ഒപ്പുവെച്ചത്. ആ കവനൻറ്റിൽ ഒപ്പുവെച്ചതിൻ്റെ എല്ലാ നിബന്ധനകളും അതേപടി പാലിക്കാൻ, അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഉള്ള അവകാശം വാസ്തവത്തിൽ ക്ഷേത്ര ഭരണാധികാരികൾക്കുണ്ട്. അതുകൊണ്ട് ഈ ആചാരവിശ്വാസ സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് അത് പൊടുന്നനവെ ഉണ്ടായതല്ല. കാലാകാലങ്ങളായി അത് കൈമാറി തലമുറകളോളം അത് നമുക്ക് ഇന്നത്തെ നിലയിൽ കിട്ടിയതാണ്. അതിൻ്റെ പിന്നിലൊരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രം യുക്തിഭദ്രമാണ്. ആ യുക്തിഭദ്രമായ ആ ആചാരത്തെ അനാചാരമെന്നോ ദുരാചാരമെന്നോ ഒക്കെ പറഞ്ഞ് അവഹേളിച്ച് അതിന് വല്ല ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തിനാണ്? അതിൻ്റെ അകത്ത് കോടതി ഇടപെടുന്നു, ഭരണാധികാരികൾ ഇടപെടുന്നു, MLA ഇടപെടുന്നു, MP ഇടപെടുന്നു, അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരിടപെടുന്നു. പൂരം നടത്തിപ്പ് സംബന്ധിച്ചിടത്തോളം അവരാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അവരാണ് ഓരോരോ കാര്യപ്പെട്ട് അഭിപ്രായം പറയുന്നത്. അവരാണോ അഭിപ്രായം പറയേണ്ടത്? ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് അറിയാം ക്ഷേത്രഭരണം, ക്ഷേത്രവിശ്വാസം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അതുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിൻ്റെ കൂട്ടായ്മയിലൂടെ മാത്രം പരിഹരിക്കാൻ കഴിയുന്ന കാര്യമാണ്. അവർ ആ കൂട്ടായ്മയിലൂടെ തങ്ങളുടെ ആചാരങ്ങൾ എങ്ങനെ യുക്തിഭദ്രമായി നമ്മുടെ ഓരോ ഹിന്ദുക്കളുടെയും ഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതിനെപ്പറ്റി ചിന്തിച്ച് ഒരു കർമ്മ പദ്ധതിക്ക് നമ്മൾ രൂപം കൊടുക്കേണ്ട സമയമാണ് എന്ന് മാത്രം ആണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഏതായിരുന്നാലും ഈ ക്ഷേത്ര ഭരണാധികാരികൾ ഇവിടെ കൂടുന്നു. ക്ഷേത്രങ്ങൾ ഈ ഇടുക്കി മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ഉള്ള ക്ഷേത്രങ്ങളുടെ ഭരണാധികാരികൾ അല്ലെങ്കിൽ ഏതു വിധേനയാണോ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ ഭരണനിർവഹണ കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവസരം നമുക്ക് ലഭിച്ചത്, അത് പൂർണ്ണമായും വിനിയോഗിച്ചുകൊണ്ട് ഭക്തജനങ്ങളുടെ താല്പര്യമാണ് ഏറ്റവും ആത്യന്തികമായി പരിരക്ഷിക്കപ്പെടേണ്ടത് എന്ന് അടിവരയിട്ട് സൂചിപ്പിച്ച് അവരുടെ വിശ്വാസത്തിനാണ് മാന്യത ലഭിക്കേണ്ടത്. അല്ലാതെ ഭരണാധികാരികളുടെ ഭരണനിർവഹണത്തിനുള്ള അധികാരമല്ല ഇവിടെ പരിഗണിക്കപ്പെടേണ്ടത്. വിശ്വാസികളുടെ സങ്കല്പങ്ങളും അവരുടെ വിശ്വാസവുമായുള്ള അവരുടെ അഭേദ്യമായ ബന്ധവുമാണ് ഇവിടെ കണക്കിലെടുക്കേണ്ടത് എന്ന യാഥാർത്ഥ്യവും എന്ന തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതിനനുസരിച്ചുള്ള ഒരു കർമ്മ പദ്ധതിക്ക് രൂപം നൽകും എന്ന പ്രത്യാശയോടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്തേ.